തൗബ ചെയ്യുന്നവർക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? എന്തിനാണ് തൗബ ചെയ്യാൻ പറയുന്നത്? തൗബ ചെയ്താ കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തിയിട്ട് ചെയ്തു പോയി പടച്ചവര്, പറ്റിപ്പോയി പടച്ചവര്, ഇനി ചെയ്യില്ല പടച്ചവര് എന്ന് അല്ലാഹുവിനോട് പശ്ചാത്തപിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്ന വഴിയിൽ നീ മരിച്ചു പോയാ, നിന്നെ കുളിപ്പിച്ച് 3 കഷ്ടം വെള്ളത്തുണിയിൽ പൊതിഞ്ഞിട്ട് പള്ളിയിൽ കൊണ്ടുവന്ന് നിസ്കാരം കിടന്നിട്ട് പള്ളിപ്പറമ്പിൽ ഒരുക്കിയിട്ടിരിക്കുന്ന 6 അടി മണ്ണിനകത്ത് നിന്റെ ജനാസ ഇറക്കി വെക്കുമ്പോ നിനക്ക് കിട്ടുന്ന പ്രതിഫലമല്ല, തൗബ ചെയ്തവന്റെ ഖബറിന്റെ ചാരത്ത് കിടക്കുന്നവരുണ്ടല്ലോ അവർക്ക് പെരുന്നാളിന്റെ സന്തോഷമാ, അവർക്ക് പെരുന്നാളിന്റെ സന്തോഷമാ. കാരണം എന്തെന്നറിയോ? അല്ലാഹു അവർക്ക് കൂടെ പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. അവന്റെ ഖബറിന്റെ ചാരത്ത് കിടക്കുന്നവർക്ക് വരെ അല്ലാഹു പുറത്തു കൊടുക്കുകയാണ്. നീ ചെല്ലുമ്പവർക്ക് വല്ലാത്ത സന്തോഷമാണ്. അൽഹംദുലില്ലാഹ്, പടച്ചവനെ നല്ല ഒരു മനുഷ്യൻ വന്നല്ലോ. തൗബ ചെയ്യാതെയാണ് മരിച്ചു പോകുന്നതെങ്കിൽ ജനാസ കൊണ്ടുപോകുമ്പോ ഖബറാളികൾ ചോദിക്കുന്നു, സിറാജേ എന്റെ മയ്യത്ത് കുളിപ്പിച്ചത് നീയായിരുന്നില്ലേ? എന്റെ മയ്യത്ത് പൊതിഞ്ഞത് നീയായിരുന്നില്ലേ? എന്റെ ജനാസ ചുമന്നത് നീയായിരുന്നില്ലേ? ഖബർ വെട്ടിയപ്പോ നീ ഉണ്ടായിരുന്നല്ലോ, മയ്യത്തിറക്കി വെച്ചത് നീയായിരുന്നല്ലോ, പലക നിരത്തിയപ്പോഴും നീ ഉണ്ടായിരുന്നല്ലോ, മണ്ണ് വെട്ടിയിട്ടപ്പോഴും നീ ഉണ്ടായിരുന്നല്ലോ. എനിക്ക് പറ്റിയില്ല, എനിക്കൊന്നിനും സമയം കിട്ടിയില്ല. അല്ലാഹു നിനക്ക് സമയം തന്നല്ലോ, എന്നിട്ടും നീ തൗബ ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഖബറാളികൾ പോലും അവിടെ നിന്ന് നിന്നെ ശപിക്കും സഹോദരാ. എങ്കിലും തൗബ ചെയ്തിട്ടാണ് മരിക്കുന്നതെങ്കിൽ ആ മനുഷ്യന്റെ ജനാസ കൊണ്ടുവെക്കുമ്പോ നിന്റെ അയൽവാസികൾക്ക് പോലും അല്ലാഹു കരുണ ചൊരിയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ, തൗബ ചെയ്യണം സഹോദരാ. തൗബ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കുമല്ലോ. തൗബ ചെയ്യുന്നവരെ അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമാണല്ലോ. എന്തേ മടി, എന്തേ സഹോദരാ? എത്ര വലിയ പാപം ചെയ്താലും അല്ലാഹു പുറത്തു തരുമല്ലോ. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. അല്ലാഹുവിനോട് പശ്ചാത്തപിക്കണോ? എത്ര വലിയ പാപിയാണെങ്കിലും എന്നോട് പറയാ, പറ നബിയേ, ഞാൻ അവർക്ക് പുറത്തു കൊടുക്കാൻ നബിയേ എന്ന് ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബ് നമ്മളോട് പറയുമ്പോ എന്തിനാ സഹോദരാ മടിക്കുന്നത്? എന്തിനാ പെങ്ങളെ മടിക്കുന്നത്? പാപം ചുമക്കല്ലേ, പാപം ചുമക്കല്ലേ. എപ്പോഴാണ് മരണം വരുന്നതെന്നറിയില്ല. എന്തിനാണ് പശ്ചാത്തപിക്കാൻ പറയുന്നത്? എന്തിനാണ് അല്ലാഹുവോട് ഏറ്റു പറയാൻ പറയുന്നത്? നബിതങ്ങൾ പറഞ്ഞു, സ്വഹാബാ, അല്ലാഹു നീതിമാനാ, അല്ലാഹു നീതിമാനാ. ഒരു തെറ്റിന്റെ പേരിൽ അല്ലാഹു ഒരു മനുഷ്യന് 2 പ്രാവശ്യം ശിക്ഷിക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തിനാ തൗബ ചെയ്യാൻ പറയുന്നത്? ഒരാൾ ഒരു തെറ്റ് ചെയ്തതിന്റെ പേരിൽ 2 പ്രാവശ്യം ശിക്ഷിക്കൂല. അത് കോടതി ഇവിടത്തെ, നമ്മുടെ ദുനിയാവിലെ കോടതിയാണ് അങ്ങനെ. അള്ളാഹുവിന്റെ കോടതിയിലെ ജഡ്ജി അള്ളാഹുവാ. അള്ളാഹു ഒരു തെറ്റിന്റെ പേരിൽ 2 പ്രാവശ്യം ഒരു മനുഷ്യനെ ശിക്ഷിക്കൂല. നബിതങ്ങൾ ഇത് പറഞ്ഞപ്പോ മഹാനായ മായിസ് റളിയല്ലാഹു തആല അൻഹു നബിതങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വന്നു. മായിസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നബിതങ്ങളുടെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാന്റെ നബിയെ, എന്നെ ശുദ്ധീകരിക്കണം നബിയെ, എന്നെ ശുദ്ധീകരിക്കണം. മായിസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വ്യഭിചരിച്ചു. മായിസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വ്യഭിചരിച്ചു. നബിതങ്ങളുടെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, എന്നെ ഒന്ന് ശുദ്ധീകരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കേൾക്കാത്തതുപോലെ പറഞ്ഞു, പോ മായിസെ, പോ. മായിസിനെ പറഞ്ഞു വിട്ടു. കാരണം എന്തേ? കേൾക്കാത്തതുപോലെ കേട്ടു നബിതങ്ങൾ. കാരണം വ്യഭിചരിച്ചാൽ എറിഞ്ഞു കൊല്ലണമെന്ന ഇസ്ലാമിന്റെ നിയമം.
അതുകൊണ്ട് നബിതങ്ങൾ വിചാരിച്ചു പോയി തൗബ ചെയ്യട്ടെ. മായിസിനോട് പറഞ്ഞപ്പോ കേൾക്കാത്ത പോലെ പോന്ന് പറഞ്ഞ നബിതങ്ങൾ പറഞ്ഞു വിട്ടു. മായിസ് റളിയല്ലാഹു തആല അൻഹു വീട്ടിലേക്ക് പോയി. സമാധാനം വരുന്നില്ല, കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. മായിസ് റളിയല്ലാഹു തആല അൻഹു രണ്ടാമതും നബിതങ്ങളുടെ മുമ്പിലേക്ക് വന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, നബിയേ എന്നെ ശുദ്ധീകരിക്കണം നബിയേ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മായിസ് എന്തൊക്കെയോ വിളിച്ചു പറയുന്നു. സഹാബ, കള്ളു കുടിച്ചിട്ടുണ്ടോ എന്ന് നോക്ക്. വല്ല ലഹരി അടിച്ചവനെ പോലെ വിളിച്ചു പറയുന്ന നോക്ക്. സഹാബത്ത് മായിസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കൽ പോയിട്ട് നബിതങ്ങളോട് വന്നു പറഞ്ഞു, നബിയേ മായിസ് കള്ളു കുടിക്കാറില്ല. മായിസ് കള്ളു കുടിക്കുന്ന സ്വഹാബിയല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മായിസ് റളിയല്ലാഹു തആല അൻഹു മൂന്നാമതും നബിതങ്ങളുടെ ചാരത്ത് വന്നു. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എനിക്കറിയാം എനിക്ക് കിട്ടുന്ന ശിക്ഷ എന്താണെന്ന്. എന്നെ എറിഞ്ഞു കൊല്ലണമെന്നാണ് ഇസ്ലാമിന്റെ നിയമമെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. പിന്നെ എന്തുകൊണ്ടാണ് ഈ ശിക്ഷ ഞാൻ ഏറ്റുവാങ്ങാനുള്ള കാരണമെന്നറിയോ? യാ റസൂലല്ലാഹ്, നാണം കെട്ടാൽ ഈ ജനങ്ങളുടെ മുമ്പിലല്ലേ നാണം കെടുന്നത്? ഈ ദുനിയാവിലെ ശിക്ഷ എനിക്ക് താങ്ങാൻ പറ്റുമല്ലോ, ഇതിനൊരു അവസാനമുണ്ടല്ലോ. ഇവര് എറിഞ്ഞ് എറിഞ്ഞ് ഞാൻ മരിച്ചാൽ അതോടുകൂടി ഈ ശിക്ഷ തീരുമല്ലോ. പക്ഷേ നാളെ അള്ളാന്റെ കോടതിയിൽ ഇത് മറച്ചു വെച്ചിട്ട് അള്ളാടെ കോടതിയിൽ ചെന്നിട്ട് ഒരു വ്യഭിചാരിയെ പോലെ അള്ളാടെ മുമ്പിൽ പോയി നിൽക്കാൻ എനിക്ക് പേടിയാ നബിയേ, എനിക്ക് വയ്യ നബിയേ. വ്യഭിചാരിയെ പോലെ അള്ളാടെ മുമ്പിൽ ചെല്ലാൻ നരകം എനിക്ക് പേടിയാ, മഹ്ശറ എനിക്ക് പേടിയാ, അള്ളാന്റെ നരകത്തിന്റെ തീ എനിക്ക് പേടിയാ. എനിക്ക് വയ്യ നബിയേ, എനിക്ക് വയ്യ നബിയേ. ഇവിടെ നാണം കെട്ടാലും എനിക്ക് കുഴപ്പമില്ല. അള്ളാഹുവിന്റെ മുമ്പിൽ പോയി എന്റെ പടച്ച റബ്ബിന്റെ മുന്നിൽ എനിക്ക് സർവ്വം തന്ന അള്ളാടെ മുന്നിൽ പോയി ഒരു വ്യഭിചാരിയെ പോലെ നിൽക്കാൻ എനിക്ക് വയ്യ നബിയേ. എനിക്കറിയാം എന്നെ എറിഞ്ഞു കൊല്ലണമെന്നാണ് ഇസ്ലാമിന്റെ നിയമമെന്ന്. എനിക്ക് കുഴപ്പമില്ല നബിയേ, എനിക്കുള്ള ശിക്ഷ വിധിക്കു നബിയേ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മായിസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അവിടെ നിന്ന് പറയുമ്പോ നബി തങ്ങൾ അവിടെ നിന്ന് എറിഞ്ഞു കൊല്ലാ പറയുകയാ. അള്ളാഹുവേ കേൾക്കു പെങ്ങളെ, സഹോദരിമാരെ, ചെറുപ്പക്കാരാ, ഇത് നമുക്കൊരു പാഠമാടോ, ഇത് നമുക്കൊരു പാഠമാടോ. പാപം ചുമന്നുകൊണ്ട് നടക്കുന്നവരുണ്ടല്ലോ, ഭർത്താവിനെ വഞ്ചിച്ചവരുണ്ടല്ലോ, ഭാര്യ വഞ്ചിച്ചവരുണ്ടല്ലോ, ജീവിതത്തിൽ വ്യഭിചരിച്ചവരുണ്ടല്ലോ. മക്കളെ, ഇത് നമുക്കൊരു പാഠമാ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എറിഞ്ഞു കൊല്ലാ പറയുകയാണ്. സ്വഹാബികൾ എറിയുകയാ. കല്ലെടുത്ത് മായിസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരത്തിലേക്ക് എറിയുമ്പോ വേദന സഹിക്കാൻ പറ്റാതെ മരണവപ്രാളത്തിൽ ഓടിപ്പോവുകയാ. മായിസ് അറിയാതെ ഓടിപ്പോയി, ജീവനും കൊണ്ട് ഓടുകയാണ്. പടച്ചവനെ, സ്വഹാബത്ത് വന്ന് പറഞ്ഞു, നബിയേ, യാ റസൂലല്ലാഹ്, മായിസ് ഓടി രക്ഷപ്പെട്ടു നബിയേ, മായിസ് ഓടി രക്ഷപ്പെട്ടു നബിയേ. നബിതങ്ങളൊന്നും മിണ്ടിയില്ല. എന്തേ പിടിക്കാഞ്ഞതെന്ന് ചോദിച്ചില്ല. അങ്ങനെ കുറെ സമയം കഴിഞ്ഞു. അതാ വരുന്നു ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്. ശരീരത്തിലൂടെ രക്തമൊലിപ്പിച്ചുകൊണ്ട് മായിസ് തിരിച്ചു വരികയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അറിയാതെ ഓടിപ്പോയതാ നബിയേ, മരണപ്രാളത്തിൽ ഓടിപ്പോയതാ നബിയേ. അതുകൊണ്ട് എന്റെ ശിക്ഷതാ നബിയേ. ഒരു കുടിക്കകത്ത് ഇറക്കി നിർത്തിയിട്ട് ശിക്ഷ നടപ്പാക്കി നബിയേ. എത്രയേറുകൊണ്ടാലും ഓടാൻ പറ്റില്ലല്ലോ. മായിസ് തങ്ങളുടെ നബി തങ്ങളുടെ ചാരത്ത് വന്ന് പറയുകയോ, പടച്ചവനെ, മായിസിനെ അവിടെന്ന് അതാ മായിസ് റളിയല്ലാഹു തആല അൻഹുവിനെ എറിഞ്ഞു കൊല്ലുകയാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഒരുപാട് നാള് കഴിഞ്ഞു. ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും മായിസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖബറിന്റെ ചാരത്തുകൂടെ നടന്നു വരുമ്പോ സ്വഹാബികൾ പരസ്പരം പറയുന്നു, മായിസിന്റെ ഖബറാ.
വ്യഭിചരിച്ചതിന്റെ പേരിൽ എറിഞ്ഞു കൊല്ലപ്പെട്ട മായിസിന്റെ ഖബറാ. അവർ പരസ്പരം പടച്ചവര് മായിസിനെ മോശമാക്കുന്ന രീതിയിലുള്ള വാർത്തകൾ പരസ്പരം പറയുമ്പോ നബി തങ്ങൾ പറഞ്ഞു, സ്വഹാബാ, നിങ്ങൾക്കറിയാത്തത് പറയല്ലേ. മായിസിന്റെ തൗബയോളം വലുപ്പമുള്ള ഒരു തൗബ ഇനിയില്ല സ്വഹാബാ. മായിസിന്റെ തൗബയോളം വലുപ്പമുള്ള ഒരു തൗബ ഇനിയില്ല. പടച്ചവനെ, മായിസ് സ്വർഗത്തിലാ, മായിസ് സ്വർഗത്തിലാ. അല്ലാഹുവിന്റെ പ്രവാചകൻ മായിസിന്റെ ഖബർ കാണിച്ചു കൊടുത്തിട്ട് പറയുകയാ, എന്റെ മായിസ് സ്വർഗത്തിലാ സഹാബാ. എന്തിനാണ് ദുനിയാവിൽ വെച്ച് ശിക്ഷ ഏറ്റുവാങ്ങിയതെന്നറിയോ? യാ റസൂലല്ലാഹ്, ഇവിടെ വെച്ച് ഏറ്റുവാങ്ങിയാൽ രണ്ടാമതൊരു ശിക്ഷ എനിക്ക് റബ്ബ് തരില്ലല്ലോ, എന്നോട് കരുണ കാണിക്കുമല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് തൗബ ചെയ്യാൻ പറയുന്നത്. ഈ വിഷയം എല്ലാവരും അറിയുകയാണ്. അപ്പോഴാണ് രണ്ടാമത്തെ പ്രതിയുണ്ടല്ലോ, മായിസ് തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന പെണ്ണുണ്ടല്ലോ, ആ പെണ്ണും വരുന്നു ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്. നബി തങ്ങളുടെ ചാരത്തൊരു പെണ്ണ് കടന്നു വരികയാ. യാ റസൂലല്ലാഹ്, ഞാൻ വ്യഭിചരിച്ചു നബിയേ, എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് വ്യഭിചാരത്തിലൂടെ ഉണ്ടായതാണ്, അതുകൊണ്ട് എന്നെ ശുദ്ധീകരിക്കണം നബിയേ, എന്റെ ശിക്ഷ നടപ്പാക്കണം നബിയേ. നബി തങ്ങളുടെ ചാരത്ത് വന്നു പറയുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നീ ഗർഭിണിയാണ്, പ്രസവിച്ചിട്ട് വാ. കാരണം 9.5 മാസക്കാലം ഗർഭം ചുമന്ന മരണവേദനയുടെ വേദനയും നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെ കണ്ടാൽ പെണ്ണിന്റെ മനസ്സ് മാറുമല്ലോ, അവൾക്ക് ജീവിക്കാൻ മോഹം തോന്നുമല്ലോ, അവര് തൗബ ചെയ്ത് ജീവിക്കുമല്ലോ. നബി തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ്. പക്ഷേ പ്രസവം കഴിഞ്ഞപ്പോ ചോര കുഞ്ഞുമായി അല്ലാഹുവിന്റെ പ്രവാചകന്റെ സന്നിധിയിലേക്ക് വരികയാണ്. നബിയേ, പ്രസവം കഴിഞ്ഞു നബിയേ, എനിക്ക് ശിക്ഷതാ നബിയേ. നബി തങ്ങൾ പറഞ്ഞു, പാല് കൊടുക്കണമല്ലോ, നിന്റെ കുഞ്ഞിന് നീ പാല് കൊടുക്കൂ. ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോ തിരിച്ചു വാ. പെണ്ണ് രണ്ടാമതും പോവുകയാണ്. കാരണം കുഞ്ഞിന്റെ ചിരി കണ്ടാ, കുഞ്ഞിന്റെ കളി കണ്ടാൽ പടച്ചവരെ ആ മുഖം കണ്ടാ മറക്കൂലല്ലോ. കുഞ്ഞിനോട് സ്നേഹം തോന്നുമല്ലോ, അതിനെ സ്നേഹിക്കാൻ തോന്നുമല്ലോ, ജീവിക്കാനുള്ള കൊതി വരുമല്ലോ. നബി തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാ. പക്ഷേ കുഞ്ഞു ഭക്ഷണം കഴിക്കാ പ്രായമായപ്പോ അല്ലാഹുവിന്റെ നബിയുടെ മുമ്പിലേക്ക് കടന്നു വരികയാ. കുഞ്ഞിന്റെ വായിലേക്ക് ഭക്ഷണം വെച്ച് കൊടുത്തിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, കഴിക്കാൻ തുടങ്ങി നബിയേ, എന്റെ കുഞ്ഞു ഭക്ഷണം കഴിക്കാൻ തുടങ്ങി, ഇനി എനിക്ക് ശിക്ഷതാ, എന്നെ ശുദ്ധീകരിക്കും നബിയേ. എന്റെ പ്രിയപ്പെട്ടവരെ, അവിടെ നിന്ന് ശിക്ഷ ഏറ്റുവാങ്ങുകയാണ്. എന്തിന്റെ പേരിലെന്നറിയോ? അല്ലാഹുവിന്റെ മുമ്പിൽ പോയി നിൽക്കാറുള്ള പേടി കാരണമാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, നമുക്കിവിടെ ഇരുന്ന് ദുആ ചെയ്യാ. എല്ലാവരും തൗബ ചെയ്യുന്നവരാണ്, എല്ലാവരും ദുആ ചെയ്യുന്നവരാണ്. ദുആയിക്ക് കുറവില്ല, ദുആയിക്കൊരു കുറവില്ല. പക്ഷേ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദുആയിക്ക് ഇജാബത്തില്ല. നമ്മുടെ മുന്നിലേക്ക് ഒരു ദിവസം മരണം കടന്നു വരുമല്ലോ. അതുകൊണ്ട് മരണത്തിന് വേണ്ടിയാണ് ഒരുങ്ങേണ്ടത്, അതിനു വേണ്ടിയാണ് തയ്യാറെടുപ്പ് നടത്തേണ്ടത്. അതുകൊണ്ട് സദസ്സിലിരിക്കുന്നവരോട് വഅദ് കേൾക്കാമെന്നവരോട് പറയുകയാണ്, മഹാനായ എന്റെ പ്രിയപ്പെട്ടവരെ, അതാ മഹാനായ ഇബ്രാഹിം ഇബ്നു യസീദുൽ അബ്ദി റളിയല്ലാഹു തആല അൻഹു, ഇബ്രാഹിം ഇബ്നു യസീദുൽ അബ്ദി റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കലേക്ക് റിയാഹുൽ കൈസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കടന്നു വരികയാ. ഇബ്രാഹിം ഇബ്നു യസീദുൽ അബ്ദി റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിലേക്ക് കടന്നു വന്നിട്ട് പറയുന്ന, തങ്ങളെ, എനിക്കൊരു ഉപദേശം തരണേ, എനിക്കൊരു ഉപദേശം തരണേ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടാൻ, എനിക്ക് ആഖിറത്തിൽ രക്ഷപ്പെടണം, അതുകൊണ്ട് എനിക്കൊരു ഉപദേശം തരണമെന്ന് പറഞ്ഞുകൊണ്ട് ഇബ്രാഹിം ഇബ്നു യസീദുൽ അബ്ദി റളിയല്ലാഹു തആല അൻഹുവിന്റെ ചാരത്തേക്ക് റിയാഹുൽ കൈസ് എന്ന് പറയുന്ന മനുഷ്യൻ കടന്നു
കടന്നു വരികയാണ്. മഹാനവറുകൾ പറഞ്ഞു എന്റെ കൂടെ വരാറ്. മഹാനവറുകൾ അവിടെ നിന്ന് പിടിച്ചു കൊണ്ടുപോവുകയാണ്. നന്നാകാൻ ഉപദേശം ചോദിച്ച മനുഷ്യന്റെ കൈ പിടിച്ചു കൊണ്ടുപോകുകയാണ്. എവിടേക്കാണ് പോയതെന്നറിയോ? പള്ളിക്കകത്തേക്കല്ല, ദിക്ർ പറയുന്ന മജ്‌ലിസിലേക്കല്ല, വഅദ് പറയുന്ന മജ്‌ലിസിലേക്കല്ല. റിയാഹുൽ കൈസിന്റെ കൈ പിടിച്ചുകൊണ്ട് ഇബ്രാഹിം ഇബ്നു യസീദുൽ അബ്ദ് റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ പള്ളിപ്പറമ്പിലെ ഖബറിന്റെ ചാരത്ത് ചെല്ലുകയാണ്. ഖബർസാനിലേക്ക് ചെല്ലുകയാണ്. ഖബർസാനിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് തന്റെ മുമ്പിൽ കാണുന്ന ഖബർ കാണിച്ചു കൊടുത്തിട്ട് ചോദിക്കുന്നു, റിയാഹുൽ കൈസ്, ഈ ഖബറിനകത്ത് കിടക്കുന്നവർക്ക് വല്ല ആഗ്രഹവുമുണ്ടോ? ഈ ഖബറിനകത്ത് കിടക്കുന്നവർക്ക് വല്ല മോഹവുമുണ്ടോ? റിയാഹുൽ കൈസ് പറയുന്നു, തങ്ങളെ, ഈ ഖബറിനകത്ത് കിടക്കുന്നവർക്ക് ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ. എന്താണ് അവരുടെ ആഗ്രഹമെന്നറിയോ? ഞങ്ങളെ ദുനിയാവിലേക്ക് മടക്കിയ ഞങ്ങൾ ഒരുപാട് നന്മകൾ ചെയ്യാമല്ലോ. ഒരവസരം തരണേ, ഒരവസരം തരണേ. ഈ പള്ളിപ്പറമ്പിൽ കിടക്കുന്നവർക്കുള്ള ആഗ്രഹം അതാണ്. ഇബ്രാഹിം ഇബ്നു യസീദുൽ അബ്ദ് റളിയല്ലാഹു തആല അൻഹു റിയാഹുൽ കൈസിന്റെ കൈ പിടിച്ചിട്ട് ചോദിക്കുന്നു, കൈസേ, ഈ ഖബറിനകത്ത് കിടക്കുന്ന ആർക്കെങ്കിലും അല്ലാഹു അങ്ങനെ ഒരവസരം കൊടുക്കുമോ? ഈ ഖബറിനകത്ത് കിടക്കുന്നവർക്ക് പടച്ചവനെ ദുനിയാവിലേക്ക് മടങ്ങി വന്ന് ഇബാദത്ത് ചെയ്യാനുള്ള അവസരം അല്ലാഹു കൊടുക്കുമോ? ഇല്ല തങ്ങളെ, ഇല്ല തങ്ങളെ, ഇല്ല തങ്ങളെ. എങ്കിൽ കൈസേ, നീ ദുനിയാവിലാണല്ലോ, ഇപ്പൊ നിനക്ക് ചെയ്യാൻ പറ്റുമല്ലോ. അതുകൊണ്ട് ഖബറിലേക്ക് ചെല്ലുന്നതിന് മുമ്പ് ചെയ്യാറുള്ളത് മുഴുവനും ചെയ്തു വെച്ചോ. റിയാഹുൽ കൈസിനോട് കൊടുക്കുന്ന ഉപദേശമാ എനിക്ക് നിങ്ങളോടും പറഞ്ഞു തരാറുള്ളത്. ഖബറിൽ പോകുന്നതിന് മുമ്പ് ചെയ്യുവാപ്പാ. നിസ്കരിക്കണമെങ്കിൽ നിസ്കരിച്ച്, ഖുർആൻ ഓതണമെങ്കിൽ ഖുർആൻ ഓത്, ദിക്ർ പറയണമെങ്കിൽ ദിക്ർ പറ. നിനക്ക് എന്ത് നന്മയാണോ ചെയ്യാൻ കഴിയുന്നത് ആ നന്മകൾ ചെയ്ത് നിന്റെ ആഗ്രഹം പൂർത്തീകരിക്ക്. ഇല്ലാതെ അവിടെ പോയാ സമയം കിട്ടൂല, ഇല്ലാതെ അവിടെ പോയാ സമയം അല്ലാഹു തരൂല. അതുകൊണ്ട് ചെയ്യാറുള്ളത് മുഴുവനും ഇവിടെ വെച്ച് ചെയ്യ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മോനെ, എന്തെങ്കിലും നന്മ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ദുനിയാവിൽ വെച്ച് ചെയ്യടാ. ചെറുപ്പക്കാരനായ റബീഅ ഇബ്നു കൈസമിനെ നിനക്കറിയുമോ മോരെ? എന്റെ ചെറുപ്പക്കാരോട് പറയുകയാണ്, റബീഅ ഇബ്നു കൈസം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്ത് കേൾക്കുകയാണ്. അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ തഅലമൂൻ. ഈ ആയത്ത് ബോധിയിട്ട് അർത്ഥം പറഞ്ഞു കൊടുക്കുമ്പോ റബീഅ ഇബ്നു കൈസം എഴുന്നേറ്റ് ഓടുകയാ. പടച്ചവനെ, ഈ ആയത്ത് ഇങ്ങനെ കേൾക്കുമ്പോ, ഇതിനെക്കുറിച്ച് മരണത്തിന് ശേഷമുള്ള ഖബറിനെ കുറിച്ച് പറയുമ്പോ റബീഅ ഇബ്നു കൈസം അതാ നിലവിളിച്ചുകൊണ്ട് തന്റെ വീട്ടിലേക്ക് ഓടുകയാണ്. ചെറുപ്പക്കാരനാണ് മോനെ. തന്റെ വീട്ടിലേക്ക് ഓടിച്ചെന്ന് മണ്ണ് കുഴിക്കുന്ന ആയുധം എടുത്തുകൊണ്ടുവന്ന് തന്റെ വീടിന്റെ മുറ്റത്ത് ഖബർ കുഴിക്കുകയാ. തന്റെ വീടിന്റെ മുറ്റത്ത് ഖബർ കുഴിക്കുകയാണ്. പള്ളിപ്പറമ്പിലല്ല, തന്റെ കുടിലിന്റെ മുമ്പിൽ ഖബർ കുഴിച്ചു റബീഅ ഇബ്നു കൈസം എന്ന് പറയുന്ന ചെറുപ്പക്കാർ ഖബറിന്റെ കുഴിയെടുത്ത് കഴിഞ്ഞപ്പോ ഖബറിനകത്ത് ഇറങ്ങിക്കിടക്കുകയാ. എല്ലാ ദിവസവും ഖബറിനകത്ത് ഇറങ്ങിക്കിടക്കുകയാണ്. അവിടെ നിന്ന് പടച്ചവരെ അതാ ഖബർ അടച്ചു വെച്ചിട്ട് അതിനകത്ത് ഇറങ്ങിക്കിടന്നിട്ട് അവിടെ നിന്ന് വിളിക്കുന്നു, റബ്ബിർജിഊ, എന്നെ
എന്നെ മടക്കണേ അല്ലാ, എന്നെ മടക്കണേ അല്ലാ. പള്ളിപ്പടമ്പിൽ കിടക്കുന്ന കബറാളി ചോദിക്കുന്നത് പോലെ വീടിന്റെ മുറ്റത്ത് കുടിച്ചിട്ടിരിക്കുന്ന കബറിനകത്ത് ഇറങ്ങിക്കിടന്നിട്ട് എന്നെ രക്ഷപ്പെടുത്തണേ, എന്നെ മടക്കണേ, എന്നെ മടക്കണേ. കബറിനകത്ത് കിടന്ന് നിലവിളിക്കുമ്പോ ഭാര്യ ഓടി വരികയാ, അയൽവാസികൾ ഓടി വരികയാ. കബറിനകത്ത് കിടക്കുന്ന റബിയയെ രക്ഷപ്പെടുത്തുകയാണ്. പടച്ചവരെ കബറിനകത്ത് നിന്ന് രക്ഷപ്പെടുത്തുകയാണ്. എപ്പോഴും നടക്കുന്ന പരിപാടിയാണ്. പക്ഷേ ഒരു ദിവസം രാത്രി ഇബാദത്തിനിരിക്കുമ്പോ റബിയയ്ക്ക് ക്ഷീണം. രാത്രി ഇബാദത്ത് ചെയ്യാനൊരു മടി വന്നപ്പോ, ശരീരത്തിനൊരു ക്ഷീണം വന്നപ്പോ റബിയ വീടിന്റെ വെളിയിലിറങ്ങുകയാ. കബറിനകത്തിറങ്ങി, പാതിരാത്രി കബറിനകത്തിറങ്ങി. എന്നിട്ട് കബറിന്റെ മുകളിൽ പലകയെടുത്തു വെച്ച് അടയ്ക്കുകയാ. ആ കബറിന്റെ മുകളിലങ്ങ് അടയ്ക്കുകയാണ്. എന്നിട്ട് കബറിനകത്ത് കിടന്നു ശ്വാസം മുട്ടുകയാണ്. സാധാരണ വിളിക്കുന്നത് പോലെ റബിയ വിളിക്കുന്നു, റബ്ബിർജിഊ, എന്നെ മടക്കണേ, എന്നെ മടക്കണേ. പക്ഷേ എത്ര വിളിച്ചിട്ടും ആരും വരുന്നില്ല. കാരണം റബിയുടെ ഭാര്യ കിടന്ന് ഉറങ്ങുകയാ. ആ മഹദി അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. ഭർത്താവ് വിളിക്കുന്നതും പോകുന്നതും കണ്ടില്ല. അവസാന റബി അതിനകത്ത് കിടന്ന് ശ്വാസം മുട്ടിയപ്പോ മരണപ്രാളത്തിൽ കിടന്ന് നിലവിളിക്കുകയാ. അവിടന്ന് അട്ടഹസിക്കുകയാ. ആ നിലവിളി കേട്ട് ഭാര്യ ഞെട്ടിയുണരുകയാണ്. ഓടിച്ചെന്ന് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ കബറിനകത്ത് നിന്ന് രക്ഷപ്പെടുത്തുകയാ. ശരീരം മുഴുവനും വിയർത്തു കുളിച്ചു പേടിച്ച് വിറച്ച് കണ്ണ് തള്ളി നിൽക്കുന്ന റബിയെ കബറിനകത്ത് നിന്ന് രക്ഷപ്പെടുത്തുകയാണ്. മുകളിലേക്ക് കൊണ്ടുവന്നു, കുടിക്കാ വെള്ളം കൊടുത്തു. പടച്ച റബ്ബേ, ആ കബറിനകത്ത് നിന്ന് രക്ഷപ്പെട്ടപ്പോ റബിയ പറഞ്ഞതെന്തെന്നറിയോ? യഅമൽ യാ റബിയ. റബിയ പറയുന്ന തന്റെ ശരീരത്തിനോട്, ഇന്നീ കബറിനകത്ത് കിടന്ന് നിലവിളിച്ചപ്പോ നിന്നെ രക്ഷപ്പെടുത്താൻ എന്റെ കുടുംബമുണ്ടായിരുന്നു. പക്ഷേ പള്ളിപ്പറമ്പിലെ കബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരാൻ കഴിയൂല, രക്ഷപ്പെടുത്താൻ ഒരാളെ കിട്ടൂല. അതുകൊണ്ട് ചെയ്യാനുള്ള നന്മകൾ ചെയ്തു.